ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക്കാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിലെ ബേസിക് ടേംസ് ആയ സിമ്പിൾസ്, ആൽഫബറ്റ്, സ്ട്രിങ്സ്, അതേപോലെ ലാംഗ്വേജ്. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഈ ഒരു 4 ടേംസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് എന്താണ് സിമ്പിൾസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഈസ് ദ സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് വിച്ച് ക്യാൻ ബി എനി ലെറ്റർ, എനി ഡിജിറ്റ് ഓർ എനി പിക്ചർ. ഓക്കെ, അപ്പോൾ സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവാം? ലെറ്റർ ആവാം, എ, ബി, സി, ഡി അങ്ങനെ പറയുന്ന ലെറ്റേഴ്സ് ആവാം. അല്ലെങ്കിൽ എന്താവാം? ഡിജിറ്റ്സ് ആവാം, 0, 1. അതേപോലെ എന്താവാം? പിക്ചേഴ്സ് ആവാം. ഓക്കെ, എനിത്തിങ് വിച്ച് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾസ്. ഇനി നമുക്ക് സിമ്പിൾസ് എന്ന് എന്ത് ഫോം ചെയ്യാൻ പറ്റും? ആൽഫബറ്റ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽഫബറ്റ് ഈസ് എ സെറ്റ് ഓഫ് സിമ്പിൾസ് ഓർ കളക്ഷൻ ഓഫ് സിമ്പിൾസ് വിച്ച് ആർ ഓൾവേസ് ഫൈനൈറ്റ്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആണ്. അതേപോലെ തന്നെ അത് സിമ്പിൾസിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ സിമ്പിൾസ് ഏതൊക്കെയാണ്? എയും ബിയൊക്കെ സിമ്പിൾസ് ആണ്. അതിൻ്റെ ഒരു സെറ്റാണ് എന്ത്? ആൽഫബറ്റ്. ഓക്കെ, അതേപോലെ എ, ബി, സി വരാം. പിന്നെ ഏത് വരാം? എ, ബി വരാം. പിന്നെ ഏത് വരാം? 0, 1 വരാം, ഡിജിറ്റ്സ്. ഓക്കെ, ഇതിനെയാണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏതാണ്? സ്ട്രിങ്സ്. നമുക്ക് ഈ സ്ട്രിങ്ങിനെ എവിടെ നിന്ന് ഫോം ചെയ്യാൻ പറ്റും? ആൽഫബറ്റിൽ നിന്നാണ് സ്ട്രിങ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സ്ട്രിങ് ഈസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾസ്. ഈ സിമ്പിൾസിൻ്റെ ഒരു സീക്വൻസ് ആണ്. അതെന്താണ്? ഫൈനൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം എ എന്ന് പറയുന്നത് ഒരു എന്താണ്? സിമ്പിളാണ്. അതിൻ്റെ സീക്വൻസ് എ, അതേപോലെ എ എ എ. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അതിലുള്ള സ്ട്രിങ്സ് ഏതൊക്കെയാണ്? എ ബിയിലെ സ്ട്രിങ്സ് ഏതൊക്കെയാണ് വരിക? ഏതൊക്കെ വരും? എ വരാം, എ ബി വരാം, ബി എ വരാം, അതേപോലെ ബി വരാം. ഓക്കെ, ഇത്രയാണ് ഈ എ ബി എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റിലെ സ്ട്രിങ്സ്. ഓക്കെ, അതിൻ്റെ ലെങ്ത് എത്രയാണ്? 2 ആണ്. ഓക്കെ, ലെങ്ത് 2 ആയിട്ടുള്ള സ്ട്രിങ്സ് ആണ് എ ബി, ബി എ, ബി ബി. ഓക്കെ, ഇനി ആൽഫബറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. സ്ട്രിങ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് W വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യുക മോഡ് ഓഫ് W. ഓക്കെ, അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സ്ട്രിങ്ങിൽ. ഹൗ മെനി സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2 ആർ പോസിബിൾ ഓവർ ദിസ് ആൽഫബറ്റ് എ കോമ ബി? എ ബി എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റിൽ നമുക്ക് ലെങ്ത് 2 ആയിട്ടുള്ള എത്ര സ്ട്രിങ്സ് ഫോം ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് അറിയാം എത്ര സ്ട്രിങ്സ് ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. എ ഫോം ചെയ്യാം, എ ബി ഉണ്ടാക്കാം, അതേപോലെ ഏതുണ്ടാക്കാം? ബി എ കൊടുക്കാം, ബി ബി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര പോസിബിൾ സ്ട്രിങ്സ് ആയി? 4. ഓക്കെ, ഇനി ലെങ്ത് 3 ഉള്ളത് ഇത് W2 ആയിട്ടുള്ളതാണ്. ഇനി ലെങ്ത് 3 ആയിട്ടുള്ളത് എത്ര ഫോം ചെയ്യാൻ പറ്റും? അതാണ് എ ബി എ ബി, പിന്നെ ഇത് കൊടുക്കാം എ ബി ബി, പിന്നെ ബി എ, പിന്നെ ബി എ ബി, ബി ബി എ, പിന്നെ ഇതും കൂടെ കൊടുക്കാം ബി ബി ബി. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഫോം ചെയ്യാം? 1 2 3
4 5 6 7 8. അപ്പോൾ ലെങ്ത്ത് 3 ആയിട്ടുള്ളതിന് എത്ര പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് ആണുള്ളത്? 8. ഓക്കെ, അപ്പം ലെങ്ത്ത് n ആയിട്ടുള്ള ഒരു ആൽഫബറ്റിന് അല്ലെങ്കിൽ സ്ട്രിങ്സിന് എത്ര പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? 2n പോസിബിൾ സ്ട്രിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ സിഗ്മേൻ്റെ ഈ ഒരു ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പോസിബിൾ സ്ട്രിങ്സ് ഉണ്ടാവുക. ഓക്കെ, ലെങ്ത്ത് 2 ആണെങ്കിൽ 2^2, ലെങ്ത്ത് 3 ആണെങ്കിൽ 2^3, ലെങ്ത്ത് 4 ആണെങ്കിൽ 2^4, ലെങ്ത്ത് n ആണെങ്കിൽ 2^n. ഓക്കെ, ഇനി ഇനി ലാംഗ്വേജ് ഏതെന്നാണ് ഫോം ചെയ്യുന്നത്? സ്ട്രിങ് എന്നാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ സെറ്റ് ഓഫ് വേർഡ്സ് അല്ലേ, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വേർഡ്സ് എന്ന് പറയും. അതേപോലെ TOCയിലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇസ് എ സെറ്റ് ഓഫ് സ്ട്രിങ്സ്. ഓക്കെ, നമ്മൾ കുറേ സ്ട്രിങ്സ് കണ്ടു അല്ലേ, അതിലെ ഒരു ലാംഗ്വേജ് ആണ് L1 is equal to set of all strings of length 2. set of all strings of length 2. ലെങ്ത്ത് 2 ആയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ ഒരു കളക്ഷൻ. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? AA, AB, BA, BB. ഓക്കെ, അതിൻ്റെ ഒരു കളക്ഷൻ. ഓക്കെ, ഇത് ഫൈനൈറ്റ് സെറ്റാണ് അല്ലേ, ഇതിനൊരു ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഫൈനൈറ്റ് സെറ്റാണ്. ഇനി മറ്റൊരു ലാംഗ്വേജ് നമുക്ക് എടുത്തു നോക്കാം. L2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത്ത് 3. ലെങ്ത്ത് 3 ആയിട്ടുള്ള സ്ട്രിങ്സിൻ്റെ ഒരു സെറ്റ്. അതിലേതൊക്കെയാണ് വരിക? നമ്മൾ നേരത്തെ കണ്ടതാണ് ആ സെറ്റ്. ഏതൊക്കെയാണ്? A എക്സെട്ര ഏത് വരും? B അല്ലേ. ഇതും ഫൈനൈറ്റ് ആണ്, കാരണം എന്താണ്? ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ലാംഗ്വേജ് ആണ് L3 എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് വെർ ഈച്ച് സ്ട്രിങ് സ്റ്റാർട്ട് വിത്ത് A എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓവർ ദ ആൽഫബറ്റ് ഏതാണ്? A, B. ഈ ഒരു ആൽഫബറ്റിന്ന് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? A വെച്ചിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ട്രിങ്സ് ഏതൊക്കെയാണ് വരുന്നത്? ലാംഗ്വേജിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. A വരാം, AA വരാം, AB വരാം, AAB വരാം, ABB വരാം, ABA വരാം, എക്സെട്ര. ഓക്കെ, ഇതിനെന്ത് പറയും? ഇൻഫൈനൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ഏതൊക്കെ ആവാം? ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റും ആവാം, അതേപോലെ ഇൻഫൈനൈറ്റും ആവാം. ഓക്കെ, ഇനി ഇനിയുള്ളൊരു ടോപ്പിക്കാണ് പവേഴ്സ് ഓഫ് സിഗ്മ. ഓക്കെ, അപ്പം പവേഴ്സ് ഓഫ് സിഗ്മ എന്ന് പറയുമ്പം സിഗ്മ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓവർ ദ ആൽഫബറ്റ് A, B. സിഗ്മ എന്ന് പറഞ്ഞാൽ A, B ആണ്. അപ്പം സിഗ്മ പവർ 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെങ്ത്ത് 1 ആയിട്ടുള്ളത് എയും ബിയും മാത്രമേ വരുള്ളൂ അല്ലേ. ഇനി സിഗ്മ 2 എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക? സിഗ്മ ഇൻറ്റു കൺകാറ്റിനേഷൻ സിഗ്മ വരും. അപ്പം നേരത്തെ നമ്മൾ എഴുതിയ ഏതൊക്കെ വരും? AA, AB, BA, BB. ഓക്കെ, ഇനി സിഗ്മ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക? സിഗ്മ കൺകാറ്റിനേഷൻ സിഗ്മ. അപ്പം അതിൽ എത്ര എണ്ണം വരും? 8 എണ്ണം വരും അല്ലേ. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 8. ഓക്കെ, ഇനി സിഗ്മ 4 എന്ന് പറഞ്ഞാൽ
2⁴ എന്ന് വരും അല്ലേ. അതാണ്, അത്രയും സ്ട്രിങ്സ് വരും. പിന്നെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ σ⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁴ വരും. ഓക്കെ. ഇനി σ⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്ത് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നുമില്ല, അതിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്താണ്? എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 0. ഓക്കെ. ഇനി വേറെ ഒരു പവറാണ് σ*. ഓക്കെ. σ* എന്ന് പറഞ്ഞാൽ എല്ലാ ആൽഫബറ്റും വരും. ഓക്കെ. we can substitute any number including 0. 0 ഇൻക്ലൂഡ് ചെയ്യാം, അതേപോലെ 1 ഇൻക്ലൂഡ് ചെയ്യാം, 2 ഇൻക്ലൂഡ് ചെയ്യാം, എക്സെട്ര n ഇൻക്ലൂഡ് ചെയ്യാം. അതിനെയാണ് σ* എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം σ* എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സെറ്റാണ്. σ* കണ്ടെയ്ൻ എവരി പോസിബിൾ സ്ട്രിങ്സ്. ഓക്കെ. അപ്പോൾ σ*ൽ എന്തൊക്കെ വരും? എല്ലാ ലാംഗ്വേജസും വരും. നമ്മൾ നേരത്തെ കണ്ട ഫൈനൈറ്റും അതേപോലെ ഇൻഫൈനൈറ്റും ആയ എല്ലാ ലാംഗ്വേജും ഏതിൽ വരും? σ*ൽ വരും. ഓക്കെ. σ+ ഉണ്ട്. σ+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതുണ്ടാവില്ല? ഇതുണ്ടാവില്ല. ബാക്കി എല്ലാ ലാംഗ്വേജസും ഇൻക്ലൂഡഡ് ആണ്. ബാക്കി എല്ലാ സ്ട്രിങ്സും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.